السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك. اللهم رب تمم بالخير والسعادة. رب زدنا علما نافعا. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان وجعلنا من الراشدين. صلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, സുദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം നാം പിന്നെയും ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. അജ്മീർ യാത്ര വെക്കേഷൻ്റെ തിരക്ക് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നാം ഇന്നും വീണ്ടും ഒരുമിച്ച് കൂടി. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു കൊണ്ടുവന്നിരുന്ന വിഷയം ഒരു മഹാനെ, ഒരു ഷെയ്ഖിനെ നാം പിൻപറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വലിയ പെരുന്നാളിൻ്റെ അവസരത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത്, പ്രത്യേകിച്ച് അറഫാ ദിവസത്തിൻ്റെ തൊട്ടു മുന്നിലായിട്ട്. അറഫാ ദിവസം എന്ന് പറയുന്ന ആ ഒരു അതിമഹത്തായ ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ഒരു വർഷത്തിലെ 365 ദിവസത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫാ ദിവസമാണ്. അത്രയും ശ്രേഷ്ഠമായൊരു ദിവസത്തിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയത്തിൻ്റെ ഒരു അവതരണം കൂടിയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പതിയെ വഴിയെ നമുക്ക് പല കാര്യങ്ങൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി സംസാരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അറഫാ ദിവസത്തിൻ്റെ ധാരാളം പ്രത്യേകതകളിൽ വെച്ച് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒട്ടനവധി പ്രത്യേകതകളുണ്ട്, അവിടേക്കൊന്നും ഇപ്പോൾ നമ്മൾ കടക്കുന്നില്ല. ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അറഫാ ദിവസത്തിൻ്റെ പ്രത്യേകതകളിൽ വെച്ച ഒരു പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈ ഭൂമി ലോകത്തേക്ക്, നാസൂത്തിയായ ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ കാണുന്ന നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് മുൻപ്, സൃഷ്ടിക്കുന്നതിന് മുൻപ് നമ്മളുടെ എല്ലാവരുടെയും ആത്മാക്കളെ, അർവാഹുകളെ ഒരുമിച്ച് കൂട്ടി നമ്മളോട് സംസാരിച്ച ഒരു ലോകം കഴിഞ്ഞു കടന്നിട്ടുണ്ട്. അലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അവിടെ നാം ഉണ്ടായിരുന്നു. നമ്മുടെ ആത്മാക്കൾ അവിടെ സന്നിഹിതരായിരുന്നു. അള്ളാഹുവിൻ്റെ മുന്നിൽ നാം ഓരോരുത്തരും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു നമ്മെ സാക്ഷി നിർത്തി നമ്മോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് പരിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുമുണ്ട്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ നാഥനല്ലയോ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിച്ചു. ഓരോരുത്തരും മറുപടി പറഞ്ഞു, ബലാ, അതെ. ഖാലു ബലാ, എല്ലാവരും മറുപടി പറഞ്ഞു, അതെ, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്. അന്നേരം മറുപടി പറഞ്ഞതിൽ ഏറ്റവും ആദ്യം മറുപടി പറഞ്ഞവർ, അതിൻ്റെ പിന്നാലെ മറുപടി പറഞ്ഞവർ, അങ്ങനെ അതിൻ്റെ ഇന്ന് ഈ ലോകത്ത് കാണുന്ന ഓരോരുത്തരുടെയും വ്യത്യസ്തമായ പദവികൾക്കനുസരിച്ച്, ആ പദവികൾ എത്രമാത്രം വ്യത്യസ്തപ്പെട്ട് ഈ ലോകത്ത് നാം കാണുന്നുവോ അപ്രകാരം തന്നെയായിരുന്നു അവിടെ വെച്ചും ആ മറുപടിയുടെ കാര്യത്തിനും ഉണ്ടായിരുന്നത്. അമ്പിയാക്കന്മാരായിരുന്നു ആദ്യം മറുപടി പറഞ്ഞ വിഭാഗം. അമ്പിയാക്കന്മാരായിരുന്നു. അവരാണ് ഈ ഭൂമി ലോകത്ത് അമ്പിയാക്കന്മാരായി നിയോഗിക്കപ്പെട്ടത്. പിന്നീട് ഔലിയാക്കന്മാരായിരുന്നു. അവരാണ് ലോകത്തേക്ക് ഔലിയാക്കന്മാരെ നിയോഗിക്കപ്പെട്ട അർവാഹുകൾ അവരാണ്. ഇങ്ങനെ മുഅ്മിനീങ്ങൾ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിന് മറുപടിയായി നാം അങ്ങനെ അവനോട് സമ്മതിച്ച് പറഞ്ഞ അത് വിശാലമായൊരു ചരിത്രമാണ്. അവിടെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാക്കളോട്, അവരെ മുൻനിർത്തിക്കൊണ്ട് അവരോട് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചത് ഈ ദിവസത്തിലാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇത്രമാത്രം ലോകത്ത് പ്രപഞ്ചത്തിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മറ്റൊരു ദിവസമില്ല എന്നാണ്.
അറഫ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിയുന്ന റഹ്മത്തിന്റെ ആ വലിപ്പവും അതിന്റെ വണ്ണവും കണ്ടിട്ട് അതിന്റെ മഹത്വമായ അത്രയും അധികം റഹ്മത്ത് അല്ലാഹു ചൊരിയുന്ന ദിവസമാണ് അറഫ ദിവസം. പിശാച് ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി ഇത്രമാത്രം അസ്വസ്ഥനായിക്കൊണ്ട്, ഇത്രമാത്രം വഷളായിട്ട്, ഇത്രമാത്രം നിന്യനായിട്ട് കാണപ്പെട്ട മറ്റൊരു ദിവസവുമില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറഫ ദിവസത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? അത്രയും അധികം ജനങ്ങളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന അതിമഹത്തായ ദിവസമാണ് അറഫ ദിവസമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഹദീസുകൾ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ഇതുമായി വളരെയധികം ബന്ധമുണ്ട്. കാരണം നാം ഓരോരുത്തരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ചോദ്യമാണ്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലൂ ബലാ, അതെ നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണെന്ന് സമ്മതിച്ചു പറഞ്ഞു. അതേ സമ്മതിച്ചു പറഞ്ഞുകൊണ്ടാണ് അറഫ മൈതാനിയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുന്നു. അതേ സമയത്ത് തന്നെ അറഫ ദിവസത്തിൽ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ആകമാനം അറഫ ദിവസത്തിനെ അത്യധികം അറഫ ദിവസത്തിനോടുള്ള ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട് മുഅ്മിനീങ്ങൾ പോലും ലോകത്തിന്റെ നാനാഭാഗത്ത് അവർ അല്ലാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട്, റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നാഥാ, നീ ഞങ്ങളുടെ യജമാനാണ് റബ്ബേ, നീ ഞങ്ങളുടെ യജമാനാണ് റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നാഥാ എന്ന് പറയുമ്പോൾ അവിടെ തൗഹീദ്, ഞാൻ അടിമയാണെന്നും എനിക്കൊരു ഉടമയുണ്ടെന്നും വിശ്വസിക്കുന്നവനാണല്ലോ പൊറുക്കലിനെ ചോദിക്കുകയുള്ളൂ. അപ്പൊ അല്ലാഹു ചോദിച്ച ചോദ്യം, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അതെ നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ റബ്ബിനോടാണല്ലോ, യജമാനോടാണല്ലോ അടിമയുടെ താണുകനുള്ള ചോദ്യം, റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. അപ്പോൾ ഭൂമി ലോകത്തേക്ക് അള്ളാഹു ഇറക്കുന്നത് ഈ കരാറിനെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. അതുകൊണ്ടാണ് അറഫയ്ക്ക് ഇത്രയും ശ്രേഷ്ഠത. അന്ന് അവിടെ വച്ച് നടന്ന ആ കരാറിനെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ ദിവസത്തിന് ഇത്രയും അധികം പ്രത്യേകതകൾ നൽകിയത്. കാരണം എന്താ? നാം ഓരോരുത്തരെയും ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു ഇറക്കിയപ്പോൾ ഈ കരാർ, ഈ വാഗ്ദത്തം നമ്മിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഭൂമി ലോകത്തേക്ക് ഇറക്കിയത്. ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന്, നീ ഞങ്ങളുടെ റബ്ബാണെന്ന് നമ്മളെല്ലാവരും റബ്ബിനോട് സമ്മതിച്ചു പറഞ്ഞു. അള്ളാഹു നമ്മളെ സാക്ഷിയാക്കി അത് സമ്മതിപ്പിച്ചു. എന്നിട്ട് ഭൂമി ലോകത്തേക്ക് നമ്മൾ ഇറക്കിയപ്പോൾ റബ്ബ് നമുക്ക് മുന്നറിയിപ്പ് നൽകി, ഇനി എന്നെ നിങ്ങൾ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് വരരുത്. എൻ്റെ അമ്പിയാ നിങ്ങളുടെ അടുക്കിലേക്ക്, എൻ്റെ നബി പ്രവാചകന്മാർ നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ പിൻപറ്റാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല അമ്പിയായിനെ പറഞ്ഞു വിട്ടു, ഔലിയായിനെ പറഞ്ഞു വിട്ടു. പക്ഷേ ഒരു കൂട്ടം ആളുകൾ അംഗീകരിക്കുന്നു, മറ്റൊരു കൂട്ടം ആളുകൾ അതിനെ അംഗീകരിക്കുന്നില്ല. വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായി രണ്ട് വിഭാഗമായി തിരിയുകയാണ്. അപ്പോൾ വിശ്വസിക്കുന്നവർ ആ കരാറിനെ ഓർക്കുന്നവരാണ്. ആ കരാറിനെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. ബഹുമാനമുള്ള സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞതായിട്ട് കാണാം, അന്ന് അല്ലാഹുവിൻ്റെ മുന്നിൽ ഞാൻ ബല എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനത് ഓർക്കുന്നുണ്ട് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അവർക്കൊക്കെ അത് ഓർമ്മയുണ്ട്, നമുക്കൊന്നും അത് ഓർമ്മയില്ല. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, ഖാലൂ ബല, അവരെല്ലാവരും പറഞ്ഞു ബല, നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ബല, റബ്ബേ നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളുടെ യജമാനനാണ് നീ എന്ന് നമ്മൾ സമ്മതിച്ച് പറഞ്ഞതാണ്. നമുക്കത് ഓർമ്മയില്ല. എന്തുകൊണ്ട് ഓർമ്മയില്ല? നമ്മുടെ ആത്മാവ് മറകൾ കൊണ്ട് മൂടപ്പെട്ടപ്പോൾ നമ്മുടെ യഥാർത്ഥമായ അറിവും ഓർമ്മയൊന്നും നമുക്ക് കിട്ടണില്ല. ഏതുപോലെ ഒരു ട്യൂബ്ലൈറ്റ്, പ്രകാശിക്കുന്ന ഒരു ട്യൂബ്ലൈറ്റ് നാം ചെളിക്കുണ്ടിലേക്ക് പൂഴ്ത്തി വെച്ചാൽ അതിൻ്റെ പ്രകാശം പിന്നെ കാണുമോ? പ്രകാശിക്കുന്ന ഒരു ട്യൂബ്ലൈറ്റിനെ ഒരു ചെളിക്കുണ്ടിലേക്ക് താഴ്ത്തിയതുപോലെയാ നമ്മുടെ ആത്മാവിനെ ഈ കാണുന്ന ശരീരത്തിലേക്ക് ഊതിക്കയറ്റിയപ്പോൾ നമ്മുടെ ആത്മാവിനുള്ള അറിവുകളും ആത്മാവിൻ്റെ ആ പ്രകാശങ്ങളും അത് ഈ ശരീരത്തിലേക്ക് കയറിയപ്പോൾ അത് മറയിടപ്പെട്ടിരിക്കുകയാണ്. ഇനി അതിനെ പുറത്തെടുക്കാൻ,
ആത്മാവിൻ്റെ ഓർമ്മകളെ, ആത്മാവിൻ്റെ കഴിവുകളെ, ആത്മാവിൻ്റെ അറിവുകളെ യഥാർത്ഥമായി അറിയുവാൻ വേണ്ടിയിട്ടാണ് നാം ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഓരോ നിയമങ്ങളിലൂടെയും അച്ചടക്കങ്ങളിലൂടെയും റിയാലയിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച വഴികളിലൂടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വഴികളിലൂടെ, അല്ലാഹുവിൻ്റെ മഹാന്മാരായ മശായിഖന്മാർ നമ്മെ പഠിപ്പിച്ച വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഓരോരുത്തരുടെയും ക്വാളിറ്റി അനുസരിച്ച്, ഓരോരുത്തരുടെയും യോഗ്യതക്കനുസരിച്ച്, അവരവരുടെ സ്വഭാവത്തിൻ്റെയും ശുദ്ധിയുടെയും യോഗ്യതക്കനുസരിച്ച് ആത്മാവിൻ്റെ പ്രകാശം അവന് വെളിപ്പെടും. ചുരുക്കി പറഞ്ഞാൽ അറഫാ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് നാം പറഞ്ഞത്. അപ്പോൾ അറഫാ ദിവസം എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും റബ്ബിനോട് ചെയ്ത കരാറിനെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ്. കാരണം ഈ ദിവസത്തിലായിരുന്നു, അറഫയുടെ ദിവസത്തിലായിരുന്നു നാം റബ്ബിനോട് കരാറ് ചെയ്തത്. ഞാൻ റബ്ബേ, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നീ മാത്രമാണ് ഞങ്ങളുടെ യജമാനൻ, ഞാൻ നിൻ്റെ അടിമയാണ്, നീ എൻ്റെ ഉടമയാണ് എന്ന, ഞാൻ നിന്നിൽ നിന്നാണ് എന്ന ആ കരാറ്, റബ്ബിനോടുള്ള കരാറ് നാം നൽകിയ ദിവസം. അപ്പോൾ പ്രിയമുള്ളവരെ, ആ കരാർ നാം പുതുക്കാനാണ്, ആ കരാറിനെ നാം റബ്ബിലേക്ക് പിന്നെയും സമർപ്പിക്കാൻ വേണ്ടിയാണ് റബ്ബ് നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത്. അതാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല, ഭൂമി ലോകത്തേക്ക് നാം അയച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ. ഖാല ഇബ്നു അബ്ബാസ് ഇല്ലാ ലിയഅരിഫൂൻ റളിയല്ലാഹു അൻഹു പറയുകയാ, ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇല്ലാ ലിയഅരിഫൂൻ എന്നാണ്, എന്നെ അറിയുവാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ റബ്ബിനെ അറിയുവാൻ വേണ്ടിയാണ്. റബ്ബിനെ ഈ ഭൂമി ലോകത്ത് നാം അംഗീകരിക്കണം. ആലമുൽ അർവാഹിൽ വെച്ച് നാം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആ അംഗീകരിച്ചവരാണ്, അംഗീകരിച്ചതുപോലെ തന്നെ നാം ഈ ഭൂമി ലോകത്ത് വച്ചും അംഗീകരിക്കണം. റബ്ബിനെ അംഗീകരിക്കണം, റബ്ബിനോട് കരാറ് ചെയ്യണം. ആ കരാറ് നാം പുതുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയായിനെ പറഞ്ഞു വിട്ടു. ആ അംബിയാ ഇവിടെ പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന്. അംബിയാഇൻ്റെ പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് ഇതേ വാക്ക് തന്നെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, അറഫാ ദിവസത്തിൻ്റെ അന്നാണ് ഈ പ്രഖ്യാപനം വന്നത്. എന്ത്? ഖൈറുമാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എൻ്റെ മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന വചനം. നോക്കൂ നിങ്ങൾ, അറഫാ ദിവസത്തിലാണ് തങ്ങളുടെ പ്രഖ്യാപനം. വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈ ദിക്ർ അറഫയിൽ നിൽക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെയും സുന്നത്തായി ചൊല്ലാൻ, ധാരാളമായി വർദ്ധിപ്പിക്കാനുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഈ ദിക്റാണ്. ഈ ഓർമ്മപ്പെടുത്തലിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട്, പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. പിന്നീട് തങ്ങൾക്ക് ശേഷം തങ്ങളുടെ പിൻഗാമികളായി വന്ന, പ്രതിനിധികളായി വന്ന, ഖലീഫമാരായി വന്ന മശായിഖന്മാർ, ഉന്നതരായ മഹാന്മാർ, അവരും ഇത് തന്നെയാണ് നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ഈ തൗഹീദ് നമ്മളിലേക്ക് പകർത്തിത്തരാനാണ് മഹാന്മാരായ മശായിഖന്മാർ ലോകത്ത് വന്നത്. ഇത് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയായിനെയും ഔലിയായിനെയും ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ എന്തിനാണ് നമ്മൾ മഹാന്മാരെ പിൻപറ്റുന്നത്? എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ മഹാന്മാരെ പിൻപറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ഏത്? നാം റബ്ബിനോട് കൊടുത്തൊരു കരാറുണ്ട്. ആ കരാറിനെ യഥാവിധി പൂർത്തിയാക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കരാറ് പൂർത്തിയാക്കാൻ, ആ കരാറിനെ പുതുക്കാൻ വേണ്ടി അല്ലാഹു ലോകത്തേക്ക് പറഞ്ഞയച്ച ആളുകളുണ്ട്. അവരുമായി നാം കരാറ് ചെയ്ത്, അവരോട് നാം കരാറ് ചെയ്തിട്ട്, അങ്ങനെയാണ് റബ്ബിലേക്കുള്ള കരാറ് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഖുർആൻ അത് പറയുന്നുണ്ട്, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്.
യദുല്ലാഹി ഫൗക ഐദിഹിം. നിശ്ചയമായും ഇന്നല്ലദീന യുബായിഊനക, നബിയെ താങ്കളോട് കരാർ ചെയ്യുന്ന ആളുകൾ, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നും താങ്കൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളോട് നന്മ മാത്രം ചെയ്യാനും തിന്മയിൽ നിന്ന് വെടിയാനും കരാർ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, ഇന്നല്ലദീന യുബായിഊനക, നിശ്ചയമായും താങ്കളോട് കരാർ ചെയ്യുന്ന ആളുകൾ, ഇന്നമാ യുബായിഊനല്ലാഹ്, അവർ അല്ലാഹുവിനോടാണ് കരാർ ചെയ്യുന്നത്, അല്ലാഹുവിനോട് മാത്രമാണ് കരാർ ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ ഭാഷ്യം. അല്ലാഹുവിനോട് മാത്രമാണ്. യദുല്ലാഹി ഫൗക ഐദിഹിം, അവരുടെ കരങ്ങൾക്ക് മേൽ വച്ചിട്ടുള്ള കരം, അവരുടെ കരങ്ങൾക്ക് മേൽ അവർ കരാർ ഏൽപ്പിക്കുന്ന കരം, യദുല്ലാഹി ഫൗക ഐദിഹിം, റബ്ബിൻ്റെ കരമാണ്, റബ്ബിൻ്റെ കൈയാണ് അവർക്ക് മേലെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൈ കൊടുത്താൽ റബ്ബിൻ്റെ കരമാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അല്ലാണ്ട് അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് എന്നർത്ഥത്തിനല്ല അത്. അള്ളാഹുവിനോടാണ് നാം കരാർ ചെയ്യുന്നത്. അള്ളാഹുവിനോട് കരാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, റബ്ബിനോട് കരാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ റസൂലായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കരാർ ചെയ്യൽ തന്നെയാണ്. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരെങ്കിലും റസൂലിനെ വഴിപ്പെട്ടാൽ ഫഖദ് അതാഅ അല്ലാഹ്, അവൻ അള്ളാഹിനെ വഴിപ്പെട്ട് കഴിഞ്ഞു. ഇനി മറ്റൊന്നില്ല, മറ്റൊരു സ്റ്റെപ്പില്ല അവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാൾ വഴിപ്പെട്ടാൽ അള്ളാഹ്ക്ക് അയാൾ വഴിപ്പെട്ട് കഴിഞ്ഞു. ഇനി മറ്റൊന്നില്ല അവിടെ. അള്ളാഹ്ക്ക് വഴിപ്പെടാന്ന് പറയുന്നത് റസൂലിന് വഴിപ്പെടൽ തന്നെയാണ് എന്നർത്ഥം. അള്ളാഹുവിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? റസൂലിനനുസരിക്കുക എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അതിൻ്റെ കടപ്പ്. അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴിപ്പെടുക എന്നാണ്. അതാണ് അതിൻ്റെ. അതുകൊണ്ടാണ് ഒമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു ഒമാ നഹാകും അൻഹു ഫന്തഹു, ഹബീബായ തങ്ങൾ നിങ്ങളോട് എന്ത് കൽപ്പിച്ചുവോ അത് നിങ്ങൾ പിടിപ്പിക്കുക, അത് നിങ്ങൾ സ്വീകരിക്കുക. ഹബീബായ തങ്ങൾ നിങ്ങളോട് എന്ത് വിരോധിച്ചുവോ അത് നിങ്ങൾ ഒഴിവാക്കിയേക്കുക. അള്ളാഹുവിൻ്റെ ഖുർആൻ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ മഹാന്മാരായ മശായിഖന്മാർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത്? അമ്പിയാക്കന്മാർ വരുമെന്നും. സ്വഹീഹുൽ ബുഖാരി തന്നെ നോക്കിയാൽ കാണാൻ കഴിയും. അമ്പിയാക്കന്മാർ വന്നിട്ടുണ്ട്, അമ്പിയാക്കന്മാരായിരുന്നു അവർക്ക് നേതൃത്വം വഹിച്ചിരുന്നതെന്നും ഓരോ സമുദായത്തിനും അമ്പിയാക്കന്മാർ കാനത്ത് ബനു ഇസ്രായേൽ തസുസുഹുൽ അംബിയാ, വളരെ സുദീർഘമായ ഒരു ഹദീസാണ്. അമ്പിയാക്കന്മാരായിരുന്നു ഓരോ ജനതക്കും നേതൃത്വം നൽകിയിരുന്നത്. ഞാൻ നിങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. വഇന്നഹു ലാ നബിയ്യ ബഅദി, പക്ഷേ എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. കരാറ് പുതുക്കാനോ നിങ്ങൾക്ക് കരാറ് ചെയ്യാനോ എനിക്ക് ശേഷം ഇനി പ്രവാചകൻ വരാനില്ല. അപ്പം എന്ത് ചെയ്യും? വലാക്കിൻ ഖുലഫാ, എനിക്ക് ശേഷം പ്രവാചകന്മാരില്ലെങ്കിലും പ്രതിനിധികളുണ്ട്, എൻ്റെ പ്രതിനിധികളുണ്ടാവും. എൻ്റെ കർമ്മം, എൻ്റെ ദൗത്യം ഇവിടെ നിർവഹിക്കുന്ന പ്രതിനിധിമാരുണ്ടാവും, മഹാന്മാരായ മശായിഖന്മാരുണ്ടാകും. അവരോട് നിങ്ങൾ കരാർ ചെയ്യണം, അവരോട് കരാർ ചെയ്യണം. അഅ്തുഹും ഹഖ്ഖഹും, തങ്ങളുടെ വിശുദ്ധമായ ഒരു സുദീർഘമായ ഒരു ഹദീസ് തന്നെയാണ്. അവരോട് നിങ്ങൾ കരാർ ചെയ്ത് അവർക്ക് നൽകേണ്ട കടമകളും കടപ്പാടുകളും അവരോട് നിർവഹിച്ചുകൊണ്ട്, അതോടുകൂടെ അവരോട് കരാർ ചെയ്തുകൊണ്ട് ഈ ദീനിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാന്മാരായ മശായിഖന്മാരെ പിൻപറ്റുന്നത്, അവരോട് കരാർ ചെയ്യുന്നത് ഈ തൗഹീദിന് വേണ്ടിയാ, ഈ തൗഹീദിൻ്റെ യഥാർത്ഥ വശം പൂർത്തീകരിക്കാൻ വേണ്ടിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയായിനെ പറഞ്ഞു വിട്ടു, ഹബീബായ തങ്ങൾ അവസാനം വന്നു, ഹബീബായ തങ്ങൾക്ക് ശേഷം തങ്ങളുടെ പ്രതിനിധിമാർ വന്നു. ആ പ്രതിനിധിമാർ പഠിപ്പിക്കുന്നത് ഈ അറഫ ദിവസത്തിൽ നാം റബ്ബിനോട് ചെയ്ത ഈ കരാറിനെ നമ്മളിലേക്ക് പകർത്തി തരാൻ വേണ്ടി അള്ളാഹു അയച്ചവരാണ് അവർ. അവരോട് നാം ചെന്ന് റബ്ബല്ലാതൊരു ആരാധ്യനില്ല എന്നും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകനാണെന്നും ഹബീബായ തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുന്ന ആ സാക്ഷ്യം, റബ്ബിൻ്റെ മുന്നിലുള്ള സാക്ഷ്യം വഹിക്കാനും അത് നമ്മളിലേക്ക് ചൊല്ലിത്തരാനും പകർത്തിത്തരാനും വേണ്ടിയാണ് തൽഖീൻ എന്നൊക്കെ അതിന് പറയും. മഹാന്മാരോടെ വന്നിട്ടുള്ളത്. ആ മഹാന്മാരുമായി ബന്ധപ്പെട്ട് നാം അത് പൂർത്തീകരിക്കുമ്പോഴാണ് റബ്ബിനോടുള്ള കരാർ ഈ ദുനിയാവിൽ നാം പൂർത്തിയാക്കിയവരായി മാറുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനോടുള്ള കരാർ പൂർത്തീകരിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്ന, എല്ലാം കൊണ്ടും വിജയിച്ച മഹാഭാഗ്യവാന്മാരാകുന്ന അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.